ഇന്ന് 21 കേരള ബറ്റാലിയനിൽ മേജർ എന്ന ഒരു റാങ്കുള്ള ഏക എൻഒ ആണ്. ഈ വർഷത്തോടു കൂടി റിട്ടയർ ആവാൻ പോകുമെന്ന് പറഞ്ഞു. എനിക്കൊന്ന് റിട്ടയർ ആവാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടു ഭയങ്കര ഒരു സന്തോഷം മുഖത്ത്. ക്യാപ്റ്റനിൽ നിന്ന് മേജർ ആകുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമായിരുന്നു. അപ്പം നീണ്ട ഈ 19 വർഷത്തെ ഒരു അധ്യാപന ജീവിതമായിരുന്നു മാം നയിച്ചത്. ഒരു നല്ല എൻഒ ആയിട്ട് മാറണമെങ്കിൽ നല്ല ഫാമിലി സപ്പോർട്ട് ഉണ്ടാവണം. പടിയിറങ്ങുന്ന ഈ ഒരു വർഷത്തിലും ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ കേഡറ്റ്സിനെ കുറിച്ച്. ഇന്ന ക്യാമ്പിലൊക്കെ എൻ്റെ കുട്ടികളെ എത്തിക്കണമെന്ന്. മിനിമം ഒരു 6 കുട്ടികളെങ്കിലും ഡൽഹി റിപ്പബ്ലിക് ഡേ പരേഡ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളായിട്ട് കേഡറ്റ്സ് ആയിട്ട് മാറണം എന്നത് എൻ്റെ ഈ വർഷത്തെ വലിയൊരു ആഗ്രഹമാണ്. കാരണം മാമിൻ്റെ സാരി ധരിക്കുന്ന രീതി കുറച്ച് സ്പെഷ്യലാണ്. തെരേസ്യൻ ഡയറീസിൻ്റെ 2ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സെൻറ് തെരേസസ് കോളേജ് മലയാള വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറും NCC സീനിയർ വിംഗ് ആർമിയുടെ അസോസിയേറ്റ് NCC ഓഫീസറുമായ മേജർ ഡോക്ടർ സെലീന KV. വെൽക്കം മാം. താങ്ക് യു. ഇന്നിപ്പോൾ മാം മേജർ ഡോക്ടർ സെലീന KV ആണ്. സോ ഇന്ന് 21 കേരള ബറ്റാലിയനിൽ മേജർ എന്ന ഒരു റാങ്കുള്ള ഏക എൻഒ ആണ്. അതുപോലെ ആദ്യത്തെ എൻഒ കൂടിയാണ്. സോ ഈ ക്യാപ്റ്റനിൽ നിന്ന് മേജറിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു മാമിൻ്റെ? 21 കേരള ബറ്റാലിയൻ NCCയിലെ ആദ്യ ലേഡി മേജർ എൻഒയാണ് ഞാൻ. ക്യാപ്റ്റനിൽ നിന്ന് മേജർ ആകുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമായിരുന്നു. കാരണം ഈ വർഷം ഞാൻ റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ റിട്ടയർഡ് ആകുന്നതിന് തൊട്ട് മുൻപ് തന്നെ മേജർ റാങ്കിലേക്ക് വന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. പ്രത്യേകിച്ചും ഒരു NCC കേഡറ്റായി വന്ന് അസോസിയേറ്റ് NCC ഓഫീസർ എന്ന ആ ഒരു വലിയ പൊസിഷൻ, ഇതൊരു ബഹുമതിയാണ് ശരിക്കും. അതിലേക്ക് വരിക എന്ന് പറയാം, ആ ഒരു ജേർണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് കമ്മീഷൻ ആവുകയാണ് ചെയ്യുന്നത്. ലഫ്റ്റനൻ്റായിട്ട് 2008 തന്നെ ഡയറക്റ്റ് കമ്മീഷനായി. അതിനുശേഷം ഗ്വാളിയർ ഒരു 3 months ട്രെയിനിങ്, PRCN കോഴ്സ് എന്ന് പറയും. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ റാങ്കിലേക്ക് എത്തുന്നതിനും നമുക്കൊരു റിഫ്രഷർ കോഴ്സ് അറ്റൻഡ് ചെയ്യണം. ആ കോഴ്സ് കഴിഞ്ഞിട്ടാണ് നിശ്ചിത പീരീഡ് കഴിഞ്ഞ് മേജർ റാങ്കിലേക്ക് വരുന്നത്. ആ ഒരു കോഴ്സും അതിനുശേഷമുള്ള ഒരു മേജർ റാങ്ക് നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത്, എനിക്ക് ലഭിച്ചത് എന്നെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമാണ്. പ്രത്യേകിച്ച് കോളേജിന് വേണ്ടി, കോളേജിൽ ഒരു ലേഡി ഓഫീസർ മേജർ ആയി എന്ന് പറയുന്നത്, അതും സെൻറ് തെരേസാസ് കോളേജ്, കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വനിതാ കോളേജ് എന്ന നിലയിൽ എനിക്കൊരു മേജർ റാങ്ക് ലഭിച്ച് എൻഒ ആയിട്ട് NCC സേവനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷവും അഭിമാനവും തരുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ വയനാട് പുൽപ്പള്ളി എന്നൊരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് ഇന്നിപ്പോൾ ഇവിടെ എറണാകുളത്ത് ഒരു കോളേജിലെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അല്ലെങ്കിൽ എൻഒ ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ ആ ഒരു ജേർണിയിൽ തുടക്കമായിരുന്ന ആ ഒരു എഡ്യൂക്കേഷൻ, സ്കൂളിംഗ് പീരീഡ് എങ്ങനെയായിരുന്നു മാമിൻ്റെ? ഞാൻ പഠിച്ചത് വയനാട് പുൽപ്പള്ളി ശശിമല ഗവൺമെൻറ് UP സ്കൂളിലാണ്. വീടിനടുത്ത് തന്നെയാണ് ആ സ്കൂള്. വളരെ ചെറിയൊരു ഗ്രാമം. ഒരു പക്ഷേ ആ ഒരു പ്രദേശത്തു നിന്ന് തന്നെ ഏറ്റവും ആദ്യം ഇത്ര എഡ്യൂക്കേറ്റഡായിട്ട് ഈ ഒരു പദവിയിലേക്ക് എത്തുന്നത് ഞാൻ മാത്രമാണ്. അതെനിക്ക് എന്നെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമാണ്. 4ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിനുശേഷം മുള്ളൻകൊല്ലി സെൻറ്റ് മേരീസ് UP സ്കൂള് 7 വരെ, പിന്നീട് സെൻറ്റ് മേരീസ് ഹൈസ്കൂള്. ആ സമയത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഗൈഡായിരുന്നു, സ്കൗട്ട് ആൻഡ് ഗൈഡിലുണ്ടായിരുന്നു. അതിനുശേഷം പ്രീ ഡിഗ്രി പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിലാണ് പഠിച്ചത്. അവിടെ പഠിക്കുന്ന സമയത്ത് NSSലുണ്ടായിരുന്നു. അപ്പോൾ ആ ചെറിയ, അതായത് സ്കൂൾ ലൈഫ് മുതൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്, ദെൻ NSS, പിന്നെ NCC, അതൊരു ജേർണിയാണ് ശരിക്കും. ആ ഒരു ജേർണിയാണ് ശരിക്കും എന്നെ ഈ ഒരു ഫൈനൽ മേജർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. അതിന് വലിയൊരു പങ്കുണ്ട്. അതെൻ്റെ മാതാപിതാക്കൾക്കുണ്ട്. അത്രയൊന്നും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഫാമിലി. ഞങ്ങൾ 7 മക്കളാണ്. ചാച്ചനും അമ്മച്ചിയും വളരെ വളരെ പാവപ്പെട്ട, കൂലിപ്പണിയൊക്കെ എടുത്ത്
എന്ന കഴിയുന്ന കൂലിപ്പണിയൊക്കെ എടുത്ത് കഴിയുന്ന വളരെ പാവപ്പെട്ട ഒരു കുടുംബ പശ്ചാത്തലം. അവിടെ നിന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു ലെവലിലെത്തും. സെൻറ്റ് തെരേസാസ് കോളേജിൽ വന്നൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യും എന്ന്. പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു കൊച്ചുനാൾ മുതൽ. ടീച്ചറാവുക, അധ്യാപിക ആകുക എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട് നന്നായിട്ട്, വളരെ അധ്വാനിച്ചിട്ടുണ്ട്. സ്കൂൾ ജീവിതം കഴിഞ്ഞ്, ഹൈസ്കൂൾ കഴിഞ്ഞ്, പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് സെൻറ്റ് മേരീസ് കോളേജ്, സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജ്, വയനാട് തന്നെ, 25 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് ദൂരം. അന്നൊക്കെ വലിയ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ, അതായത് 89 സെൻറ്റ് മേരീസ് കോളേജിൽ ഞാൻ ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു. മലയാളം അധ്യാപികയായിരുന്നെങ്കിലും അന്ന് എക്കണോമിക്സ് ആയിരുന്നു മെയിൻ. സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് മലയാളം പഠിച്ചത്. NCC എന്താണെന്നൊന്നും ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന എന്നെ സംബന്ധിച്ച് അന്ന് കേട്ടിട്ട് പോലുമില്ല. ബട്ട് അവിടെ ചെന്ന് ഈ യൂണിഫോം ഇട്ട കുട്ടികളെ കണ്ടപ്പോൾ ഒന്നും അറിയില്ല. നേരെ ചെന്ന് NCC എന്ന് കേട്ടു. ജോയിൻ ചെയ്യുന്നൊന്ന് കുറച്ച് സീനിയേഴ്സ് വന്ന് ചോദിച്ചു. മേജർ സുകുമാരിയമ്മയായിരുന്നു അന്ന് ഞങ്ങളുടെ അസോസിയേറ്റ് NCC ഓഫീസർ. മാം വളരെ ആക്റ്റീവായിട്ട് ഉള്ള ഒരു ലേഡി ആയിരുന്നു. 9 കേരള ഗേൾസ് ബറ്റാലിയൻ ആയിരുന്നു അന്ന് ഞങ്ങളുടെ ബറ്റാലിയൻ. ഞാൻ ആദ്യമായിട്ട് അന്ന് ഒരുപക്ഷെ സ്പോർട്സിനായിട്ട് ഗ്രൗണ്ടിൽ, അന്ന് ക്രോസ് കൺട്രി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് 6 കിലോമീറ്റർ ഓടുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇന്നതില്ല NCCയിൽ. അങ്ങനെ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ ഞാൻ 2ാമത് വന്നു. ഫസ്റ്റ് എൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ കോളേജിൽ തന്നെ പഠിച്ച ഒരു ശോശാമ്മ എന്ന് പറയുന്ന കേഡറ്റായിരുന്നു. ഞാൻ സെക്കൻഡും വന്നു. ആദ്യമായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് അന്നാണ്. അതിനു വേണ്ടിയാണ് ഈ ഓട്ടം. പക്ഷേ അന്ന് സെലക്ഷൻ കിട്ടി. അന്ന് നമുക്ക് ഒരുപാട് അവസരങ്ങൾ, ഗ്രൂപ്പ് ഓർക്കുന്നുണ്ട്, ഡൽഹി റിപ്പബ്ലിക് ഡേ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത സമയത്ത് ഗ്രൂപ്പ് സോങ്ങിന് ഉണ്ടായിരുന്നു ഞാൻ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അന്ന് ഗിറ്റാർ, ഹാർമോണിയം ഒക്കെ അത്യാവശ്യം കൈകാര്യം ചെയ്യുമായിരുന്നു. ഹാർമോണിയം ചെറുതിലേ പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഹാർമോണിയം പഠിച്ചിട്ടുണ്ട്. ഒരു 3-4 വർഷം പഠിച്ചിരുന്നു. അപ്പോൾ ഹാർമോണിയം, പിന്നെ ഗിറ്റാർ, ദെൻ പാട്ട് പാടുമായിരുന്നു. അത്യാവശ്യം പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഒക്കെ ഈ NCCയിൽ നല്ല അവസരമാണ്. ഒരുപാട് അവസരങ്ങൾ അന്ന് പെൺകുട്ടികൾക്ക് കിട്ടിയിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. അതിനുശേഷം ഞാൻ 2004 കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിനിടയിൽ MA മലയാളം ചെയ്തു, നെറ്റ് എഴുതിയെടുത്തു, MPhil PhD മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തു. ഇതെല്ലാം ഇതിനിടയിൽ നടന്നു. മലയാളത്തിൽ എക്കണോമിക്സ് പഠിച്ചെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ക്രിസ്ത്യൻ കോളേജിൽ ഇത് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അസോസിയേറ്റ് NCC ഓഫീസറായിരുന്ന ടീച്ചർ റിട്ടയർ ആവാൻ പോവുകയാണ്. പ്രിൻസിപ്പൾ ചോദിച്ചിങ്ങനെ NCC ഏറ്റെടുക്കാമോ? ഞാൻ റെഡിയായിരുന്നു, വളരെ താല്പര്യത്തോടുകൂടി. കെയർ ടേക്കർ 2 വർഷം നമ്മൾ കെയർ ടേക്കറായിട്ട് ഇരിക്കണം. NCC ഏറ്റെടുത്തു. അങ്ങനെ 2008 അവിടുന്ന് തന്നെ ഡയറക്റ്റ് C സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് കമ്മീഷനായി. അതിനുശേഷം സെൻറ്റ് തെരേസാസ് കോളേജിൽ വന്നിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസറായി മലയാളത്തിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് അന്ന് ആദ്യമായിട്ട് എന്നോട് മാനേജർ അന്ന് ചോദിച്ചു, NCC ഏറ്റെടുക്കുമോ എന്നാണ് ചോദിച്ചത്. അന്ന് സിസ്റ്റർ ക്രിസ്റ്റബലാണ് പ്രിൻസിപ്പൾ. സിസ്റ്റർ ചോദിച്ചു, NCC ഏറ്റെടുക്കാമോ? എനിക്ക് സന്തോഷമായിരുന്നു. കാരണം സിസ്റ്റർ നോക്കുമ്പോൾ ഒരു കുന്ന് സർട്ടിഫിക്കറ്റ്, NCCയുടെ സർട്ടിഫിക്കറ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. ആ സർട്ടിഫിക്കറ്റുകൾ മുഴുവനും മാനേജ്മെൻറ്റ് നോക്കി ഒത്തിരി വളരെ സന്തോഷത്തോടു കൂടി ഞാൻ NCC ഏറ്റെടുത്തു. ഇപ്പോഴും ഭദ്രമായിട്ട് ഞാനത് കൊണ്ടുപോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഇത്ര നേരം ഈ NCCൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത് പറയുമ്പോൾ കണ്ണിലുള്ള ഒരു തിളക്കം ഞാൻ മുൻപ് കണ്ടത്, എനിക്കൊരു അധ്യാപിക ആകണമെന്ന് ചെറുതിലേ മുതൽ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ സെൻറ്റ് തെരേസാസ് കോളേജിൽ നീണ്ട 16 കൊല്ലം ഇവിടെ മലയാള വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായി. അപ്പം ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് മാം നോക്കിക്കണ്ടത്? സത്യത്തിൽ വളരെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജ് പഠിപ്പിക്കുമ്പോഴും സെൻറ്റ് തെരേസാസ് കോളേജ് എന്ന് അന്ന് അത്ര കേട്ടിട്ടില്ല. കാരണം ക്രിസ്ത്യൻ കോളേജിൽ പഠിപ്പിച്ചതിന് ശേഷം ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയുടെ അവിടെ തിരുനാവായ സെൻറ്ററിൽ ഒരു 3 മാസത്തോളം ജോലി ചെയ്തിരുന്നു. ആ സമയത്താണ് ഒരു ട്രെയിൻ യാത്രയിൽ എൻ്റെ ഒപ്പം അവിടെ അറബി വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചർ ചെറിയൊരു തുണ്ട് കടലാസ് കൊണ്ടുവന്ന് തന്നിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചറെ അതാ എറണാകുളത്ത് സെൻറ്റ് തെരേസാസ് കോളേജിൽ ഇങ്ങനെ മലയാളം ഒഴിവുണ്ട്, വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ചെറിയ തുണ്ട് പേപ്പറാണ്. അപ്പം ടീച്ചറൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. കാരണം ഞങ്ങൾ നെറ്റ്
ക്വാളിഫൈഡ് ആയ സമയത്ത് 10 ഇയേഴ്സ് ബാനായിരുന്നു. ഏതാണ്ട് 40 ഏജ് ആവാൻ പോകുകയാണ് ആ സമയത്ത്. അപ്പോൾ 10 ഇയേഴ്സ് ബാൻ ആയതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ജോലിയിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വേഗം അപ്ലൈ ചെയ്തു. വളരെ യാദൃശ്ചികമായിട്ട് ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് കിട്ടുമെന്ന്. വന്നു കഴിഞ്ഞ് മനസ്സിലായി കോളേജിൻ്റെ ആ ഒരു പ്രശസ്തി, കോളേജിൻ്റെ ഒരു പേര്. എന്തായാലും അങ്ങനെ ജോയിൻ ചെയ്തു. ഇതുവരെ ഈ സമയം വരെ ഇത്ര വർഷമായിട്ട് വളരെ അഭിമാനത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി, ഹാപ്പി ആയിട്ട് തന്നെയാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത്. അധ്യാപികയായിട്ടും NCC ഓഫീസറായിട്ടും അതെ. ഈ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് MA എക്കണോമിക്സ് പഠിച്ചിട്ട് അവിടെ നിന്ന് ഈ മലയാളത്തിലേക്കുള്ളൊരു ഷിഫ്റ്റ് കൂടി എങ്ങനെയായിരുന്നു മാം? സത്യത്തിൽ അന്ന് എൻ്റെ ഒന്നും വീട്ടിൽ ഒരു പുസ്തകത്താൾ പോലും വായിക്കാനെടുക്കാൻ അന്നുണ്ടായിരുന്നില്ല. സെൻറ്റ് മേരീസ് കോളേജിൽ വന്നിട്ട് അവിടുത്തെ ലൈബ്രറികൾ, അവിടുന്ന് വായിച്ച പുസ്തകങ്ങൾ, മലയാളം അധ്യാപിക, അന്ന് പഠിപ്പിച്ച മലയാളം അധ്യാപകർ, അവരെയൊക്കെ കണ്ടപ്പോൾ അതിന് മുമ്പേ ടീച്ചറാവണമെന്നുണ്ട്, പക്ഷേ മലയാളം എടുക്കണം, മലയാളം അധ്യാപിക ആവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെയൊക്കെ കണ്ടപ്പോൾ മലയാള സാഹിത്യത്തോട് ഒരു താല്പര്യം തോന്നുകയും ഡിഗ്രി കഴിഞ്ഞ് ഞാൻ TTCക്ക് പോയായിരുന്നു. ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ് വയനാട് ഒരു സ്കൂളിൽ, സെൻറ്റ് ജോർജ് UP സ്കൂൾ എന്ന് പറയും, അൺഎയ്ഡഡ് സ്കൂളിൽ, അവിടെ LP സ്കൂളിൽ ജോലി ചെയ്തു. ആ സമയത്താണ് MA മലയാളം ചെയ്യാം എന്ന് പെട്ടെന്ന് ഒരു മനസ്സിലൊരു ആഗ്രഹം തോന്നിയത്. അങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ടാണ് അന്ന് MA ചെയ്തത്. അവിടുന്ന് വീണ്ടും PhD ചെയ്യണം എന്നുള്ളൊരാഗ്രഹം. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുമ്പോഴാണ്, ചോദിച്ചില്ല എന്നാലും ഞാൻ പറയാം, അവിടെ ചെല്ലുമ്പോൾ അവിടെ PhD ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. അങ്ങനെ പിന്നീട് എൻ്റെ ഭാവി ജീവിതത്തിലേക്ക് അദ്ദേഹമാണ് കടന്നു വന്നത്. അദ്ദേഹം അന്ന് അവിടെ PhD ചെയ്യുമായിരുന്നു. പിന്നീട് ഫറൂഖ് കോളേജ്, തൃശ്ശൂർ കേരളവർമ്മ കോളേജ്, ഇവിടെയൊക്കെ അധ്യാപകനായിരുന്നു ഡോക്ടർ PV പ്രകാശ് ബാബു. അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടും പിന്നീടുള്ള ജീവിതത്തിലേക്ക് എല്ലാത്തിലും NCCയുടെ ഓരോ യാത്രയിലും മുഴുവൻ സപ്പോർട്ടും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരുന്നതിന് മുന്നേ വളരെ കൗതുകരമായിട്ടുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ NCC യൂണിഫോം ഇട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് ആളുകൾ പോലീസാണെന്ന് തെറ്റിദ്ധരിച്ച് കണ്ട് പേടിച്ചോടി എന്നൊക്കെ കേട്ടിട്ടുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ ഒരു സംഭവം? അത് വളരെ രസകരം. അത് മാത്രമല്ല, ഒരുപാട് അനുഭവങ്ങൾ. ആളുകൾക്ക് ഇത് NCC എന്താണ് എന്നൊന്നും അന്ന് വളരെ പരിചിതമല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഒരിക്കൽ കുപ്പാടി എന്ന് പറയും, സെൻറ്റ് മേരീസ് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫോറസ്റ്റ്, ആ ഭാഗമാണ് കുപ്പാടി. അതിൽ ഞങ്ങളിങ്ങനെ യൂണിഫോം ഇട്ട് നടന്നു വരുമ്പോൾ കുറേ ആളുകൾ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ചീട്ടുകളിയൊക്കെ വളരെ പ്രധാനമാണ് അവിടെ. ഞാൻ യൂണിഫോം ഇട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് ഈ ആളുകൾ എഴുന്നേറ്റ് ഓടുകയാണ്. ഞാൻ വിചാരിച്ചു എന്താണ് ഇതിങ്ങനെ ഓടുന്നത്. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായത് യൂണിഫോം ഇട്ട എന്നെ അല്ലെങ്കിൽ യൂണിഫോം ഇട്ട കേഡറ്റ്സിനെ അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. പോലീസാണെന്ന് തെറ്റിദ്ധരിച്ച് ഓടിയതാണ്. അതൊരു അനുഭവം മാത്രമാണ്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ട്രെയിനിൽ കയറുമ്പോൾ, നമ്മൾ യൂണിഫോം ഇട്ട് ചെല്ലുമ്പോൾ നമ്മളുടെ അടുത്ത് ഓരോ സഹായം ചോദിച്ചു വരുന്നവർ, സഹായം മീൻസ് പോലീസാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട്, യൂണിഫോമിൽ കണ്ട ഉടനെ പോലീസാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെ നമ്മളോട് വന്ന് ഓരോ ഡൗട്ട്സ് ചോദിക്കുന്നവർ, ഹെൽപ്പ് ചോദിക്കുന്നവർ. അതുപോലെ ട്രെയിനിലൊക്കെ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്. ഞാനൊരു യൂണിഫോം ഇട്ട് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ, ബസ് യാത്ര ചെയ്യുമ്പോൾ, വീടിനടുത്തുകൂടി പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ബഹുമാനം എന്ന് പറയുന്നത് പലപ്പോഴും എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടികളോട് പറയും, നിങ്ങൾ യൂണിഫോം, ഞാൻ എൻ്റെ എല്ലാ കേഡറ്റ്സിനോടും അന്ന് മുതൽ ഇന്ന് വരെ, നിങ്ങൾ എത്ര ദൂരത്തിൽ നിന്നാണോ വരുന്നത്, സിവിൽ ഡ്രസ്സിൽ വരരുത്, പരേഡിന് വരികയാണെങ്കിൽ നിങ്ങൾ യൂണിഫോം ഇട്ടേ വരാവൂ എന്ന് ഞാൻ പറയും. അവർ യൂണിഫോം ഇട്ട് വരും. കാരണം ഇതൊരു അഭിമാനമാണ്. ഈ യൂണിഫോം ഇട്ട് വരുമ്പോൾ ഞാൻ വേറൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. അത് നോട്ടത്തിൽ, ഭാവത്തിൽ, ഇരിപ്പിൽ, നടപ്പിൽ ഒക്കെ അതെ. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോവും. ഒരു കേഡറ്റായിട്ട് ഒരു ANO ആയതിൻ്റേത് കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ പോലീസ് ഓഫീസേഴ്സൊക്കെ ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണ് ഇപ്പോൾ താമസിക്കുന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിറങ്ങുമ്പോൾ അവിടെ വനിതാ പോലീസുകാരൊക്കെ ഉണ്ടാവും. യൂണിഫോം ഇട്ട് വരുമ്പോൾ അവർ നമ്മളെ വളരെ റെസ്പെക്റ്റോടുകൂടി, പ്രത്യേകിച്ച് ഈ മേജർ റാങ്ക് വെച്ചതിന് ശേഷം വളരെ റെസ്പെക്റ്റോടുകൂടി നോക്കുന്നതും, അവർ ഒരു പരിചയമില്ലാതെ പുഞ്ചിരിക്കുക, വിഷ് ചെയ്യുക, വളരെ വലിയ അനുഭവങ്ങളാണ്.
ഈ 2011 സെൻറ് തെരേസസ് കോളേജിൽ അസോസിയേറ്റ് NCC ഓഫീസറായിട്ട് ചുമതല ഏൽക്കുമ്പോൾ തൊട്ട് ഇതുവരെ മാമിൻ്റെ കീഴിൽ കേഡറ്റ്സ് ആയിട്ടുണ്ടായിരുന്ന ഒത്തിരി കുട്ടികൾക്ക് ഒട്ടനവധി NCCയിൽ നേടാമെന്നതിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ള പല അച്ചീവ്മെൻറ്റ്സും നേടാൻ സാധിച്ചിട്ടുണ്ട്. മാമിനെ സംബന്ധിച്ച് മാമിൻ്റെ NCC ജീവിതത്തിൽ ഒരു സർജൻ റാങ്കിലിരിക്കെ RDC റിപ്പബ്ലിക് ഡേ ക്യാമ്പിന് പോകാൻ സാധിച്ചു. SNIC സ്പെഷ്യൽ നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള മാം പിന്നീട് ഒരു ANO ആയപ്പോൾ മാമിൻ്റെ കീഴിലുള്ള കുട്ടികൾക്കും തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസസ് നേടിക്കൊടുക്കാനായിട്ട് എല്ലാവിധ കോൺട്രിബ്യൂഷൻസും അല്ലെങ്കിൽ എല്ലാവിധ പരിശ്രമങ്ങളും മാം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 7ഓളം കുട്ടികൾ RDC റിപ്പബ്ലിക് ഡേ ക്യാമ്പിന് പങ്കെടുത്തു. അതുപോലെ 9 കുട്ടികൾ സൈനിക് ക്യാമ്പ് TSCക്ക് പങ്കെടുത്ത പോലെ ഓൾ ഇന്ത്യ വെസ്റ്റ് കേഡറ്റ് ആയിരുന്നു. ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള 2 കേഡറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ SNIC കവരത്തി ലക്ഷദ്വീപ് SNICക്ക് പങ്കെടുത്ത കുട്ടികൾ. സോ ഈ ഒരു ഇത്രയും അധികം കുട്ടികളെ, അതും ഈ ഒരു 16 വർഷത്തിൽ അതൊരു ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ ഇത്രയും അധികം അച്ചീവ്മെൻറ്റ്സ് മാമിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ എന്തായിരുന്നു ആ ഒരു മന്ത്ര, അല്ലെങ്കിൽ എന്താണ് മാമിൻ്റെ ഒരു എനർജി അതിന് പിന്നിലുണ്ടായിരുന്നത്? ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഞാനൊരു കേഡറ്റായിട്ട് ANO ആയതിൻ്റെ ഒരു നേട്ടമാണത്. ഒരു NCC കേഡറ്റ് ഒരു അസോസിയേറ്റ് NCC ഓഫീസറായിട്ട് വരുമ്പോൾ അതൊരു വേറെ ലെവലാണ്. നമുക്കുണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ, നമുക്കുണ്ടാകുന്ന നമ്മുടെ മുന്നിൽ കാണുന്ന കുട്ടികളെ, ഞാൻ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടാണോ ഈ ഒരു ലെവലിലെത്തിയത്, ആ ഒരു ലെവലിലേക്ക് എൻ്റെ കുട്ടികളെ കൊണ്ടുവരാൻ എനിക്ക് കഴിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. റഷ്യ, അതുപോലെ സിംഗപ്പൂർ, ഒപ്പം തന്നെ ബംഗ്ലാദേശ്, ഇങ്ങനെ 3 രാജ്യങ്ങളിലേക്ക് 3 കുട്ടികളെയും കൂടെ അയക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി. അതും കൂടി എങ്ങനെയാണ് മാം? 3 കേഡറ്റ്സ്, അതായത് ഒരാൾ സിംഗപ്പൂരാണ് ആദ്യമായിട്ട് YEP പോകുന്നത്. ആ സാധാരണഗതിയിൽ ഡൽഹി റിപ്പബ്ലിക് ഡേ പരേഡ് അറ്റൻഡ് ചെയ്യുന്ന കേഡറ്റ്സിനാണ് മിക്കവാറും യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം YEP അറ്റൻഡ് ചെയ്യാനായിട്ട് അവസരം കിട്ടുക. അത് വലിയൊരു ഭാഗ്യമാണ്. അത് ഒരു കേഡറ്റിന് ഒരു രാജ്യം വിസിറ്റ് ചെയ്യാൻ, 1 മാസം അവിടെ താമസിച്ച് അവിടുത്തെ ആളുകളെ അറിയുക, അവിടുത്തെ കൾച്ചർ പരിചയപ്പെടുക, അതാണ് അവർക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണത്. ആൻഡ് മുന്നേ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ മേജർ റാങ്കിങ്ങിലേക്കൊക്കെ പോകാൻ നേരം ഗ്വാളിയറൊക്കെ അല്ലേ 3-4 മാസത്തെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നാളുകളുടെ അതികഠിനമായിട്ടുള്ള ഈ ക്യാമ്പുകളിലൂടെ കടന്നു പോകുമ്പം ഓഫ് കോഴ്സ് കോളേജിലൊരു അധ്യാപികയാണ്, അതിലൊക്കെ ഉപരി ഒരു വീട്ടിലൊരു അമ്മയാണ്, ഒരു ഭാര്യയാണ്. അത്തരം ഒരു ഉത്തരവാദിത്തങ്ങളിലൂടെയുള്ള മാം എങ്ങനെയാണ് ആ ഒരു സൈഡും, എങ്ങനെയാണ് ഫാമിലിയുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് മാം? ഒരു നല്ല ANO ആയിട്ട് മാറണമെങ്കിൽ നല്ല ഫാമിലി സപ്പോർട്ട് ഉണ്ടാവണം. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഭാഗ്യവതിയായിട്ടുള്ള ഒരു ഭാര്യയും അമ്മയും അധ്യാപികയുമായിരുന്നു. ഇപ്പോഴും അതെ. എനിക്കൊരു മോളാണുള്ളത്. അവളിപ്പോൾ MA മലയാളം കഴിഞ്ഞ് B.Ed മലയാളം ചെയ്യുന്നു. എൻ്റെ ഭർത്താവും അധ്യാപകനായിരുന്നു, മലയാളം അധ്യാപകനായിരുന്നു. അദ്ദേഹം നന്നായിട്ട് വായിക്കും, നന്നായിട്ട് എഴുതും, ധാരാളം അറിവുള്ള, സ്ത്രീകളെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന, തങ്ങളെക്കാൾ ഉയരത്തിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പങ്കാളിയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ക്യാമ്പുകളും അറിയാം. ഒരു ANO ആയിട്ട് നമ്മൾ ചാർജ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സാറ്റർഡേയ്സും പരേഡ് ഉണ്ടാവും. ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, നമ്മളുടെ 21 ബറ്റാലിയൻ്റെ കീഴിൽ ലേഡി ANOs ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് വളരെ കുറവായിരുന്നു, ഇല്ലായിരുന്നു. GCI ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ്, അതിന് ശേഷമാണ് GCI ലേഡി ANOs ഒക്കെ വരുന്നത്. 6ഉം 7ഉം ജെൻസ് ANOs ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ കൂടെ ഒരു ലേഡി ANO ആയിരിക്കും, ഒരു ലേഡി ANO ആയിട്ടാണ് ഞാനുണ്ടാവുക. ബാക്കി GCIs ആവും. നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു GCI വന്നു, ANO വന്നു. അതിന് മുമ്പ് ഇപ്പം കുറേ കൂടി എനിക്ക് ഫ്രീഡമുണ്ട്, കുറേ കൂടി. പക്ഷെ അതിന് മുമ്പുള്ള കുറച്ച് കാലഘട്ടങ്ങൾ, ഒരു 10 വർഷം 12 വർഷം ഫാമിലിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഞാൻ സാറ്റർഡേ പരേഡ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ എൻ്റെ വീട് എനിക്കായിട്ട് അവിടെ ഒരുങ്ങിയിരിപ്പുണ്ടാവും, ഞാനൊന്നും അറിയണ്ട. 3 മാസം ട്രെയിനിങ് കഴിഞ്ഞ്, ഗ്വാളിയർ ട്രെയിനിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ക്ഷീണിച്ച് ചെല്ലുമ്പോൾ എൻ്റെ എല്ലാ ക്ഷീണവും അകറ്റുന്ന രീതിയിൽ എൻ്റെ മോളും എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവും എനിക്കെല്ലാ സപ്പോർട്ടുമായിട്ട് ചിരിച്ച് എനിക്കിഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി, ഞാൻ കൊണ്ടു നടന്നതിനേക്കാൾ
ഭംഗിയായിട്ട് വീട് അലങ്കരിച്ച് വീട് ഭംഗിയാക്കി അവിടെ ഉണ്ടാവും. എൻ്റെ കൂടെ ക്യാമ്പുകളിൽ പലപ്പോഴും എന്നെ കൊണ്ടയാക്കാൻ വരും. അവിടെ ഞാൻ കിടന്നുറങ്ങുന്ന പോലെ ഉറങ്ങുന്ന അതേ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്കായിട്ടൊരു സ്പേസ് അന്ന് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ കൊണ്ടുവന്നാക്കി അവരവിടെ സ്റ്റേ ചെയ്ത് ഒരു ഫാമിലിയായിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അവർ തിരിച്ചു പോയിട്ടുണ്ട്. അത് NSS ക്യാമ്പിലായിരുന്നു. ഞാൻ ഇതിനിടയിൽ പറയാൻ മറന്നുപോയി, ക്രിസ്ത്യൻ കോളേജിൽ NCC ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു വർഷം NSS കോർഡിനേറ്ററുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. NSS ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് എൻ്റെ മോൾക്ക് 5 വയസ്സേ ഉള്ളൂ. മോളും 10 ദിവസം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. 5 വയസ്സ് ഉള്ള സമയത്ത് മോൾക്കതൊരു നല്ല ട്രെയിനിങ് ആയിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ അച്ഛനും മോളും എൻ്റെ ഒപ്പം മുഴുവൻ സമയം സപ്പോർട്ടായിട്ട് ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ മാമിൻ്റെ ഇനീഷ്യൽ സ്കൂളിംഗ് പറഞ്ഞു, NCCയിലെ ജീവിതം പറഞ്ഞു, അതുപോലെ അധ്യാപന ജീവിതം പറഞ്ഞു. അപ്പോൾ നീണ്ട ഈ 19 വർഷത്തെ ഒരു അധ്യാപന ജീവിതമായിരുന്നു മാം നയിച്ചത്. ആൻഡ് ഇപ്പോൾ മുന്നേ പറഞ്ഞു അടുത്ത വർഷം ഈ വർഷത്തോടു കൂടി റിട്ടയർ ആവാൻ പോകുമെന്ന് പറഞ്ഞു. എനിക്കൊന്ന് റിട്ടയർ ആവാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടു ഭയങ്കര ഒരു സന്തോഷം മുഖത്ത്. എനിക്കൊന്ന് ഒത്തിരി അധികം റിട്ടയർമെൻറ്റ് പ്ലാൻസ് ഉണ്ടെന്ന്. എനിക്ക് ഈ സോഫ്റ്റ് സ്കിൽ ഇപ്പം മുന്നേ എനിക്ക് പറഞ്ഞപ്പോൾ കണക്ട് ചെയ്യാൻ സാധിച്ചൊരു കാര്യം, ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അറിയാം അല്ലെങ്കിൽ നൃത്തത്തിലുള്ള താല്പര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അതൊക്കെ എവിടെയോ ഒരു പോയിന്റിൽ നിർത്തി വെക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം റിട്ടയർമെൻറ്റ് ലൈഫിൽ എന്താണ് പ്ലാൻ? ഇതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാനാണോ? എന്താണ് റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ചുള്ള മാമിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ? ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. വീട്ടിൽ 13,000 രൂപ മുടക്കി ഒരു ഹാർമോണിയം, കൽക്കട്ട മോഡൽ ഹാർമോണിയം വാങ്ങി വെച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഒത്തിരി ആ നിലയിലും എനിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം തബല പഠിച്ചു, സാമ്പത്തിക പരാധീനത കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഹാർമോണിയം പഠിച്ചു, കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഓർഗൻ പഠിച്ചു, കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഗിറ്റാർ പഠിച്ചു, കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പഠിച്ചത് പലതും, ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു, കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഇതെല്ലാം എൻ്റെ മകളിലൂടെ. മോള് ഫ്ലൂട്ട് 3 തവണ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്, ഡ്രാമ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്, പ്രൈസ് വാങ്ങിയിട്ടുണ്ട്, തിരുവാതിര. അങ്ങനെ അവളെ 5 വയസ്സുള്ളപ്പോൾ മുതൽ ഞങ്ങൾ നൃത്തം പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ടൈം ആ കുട്ടിക്ക് വേണ്ടി എനിക്ക് കിട്ടാതെ പോയ ഭാഗ്യം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അവൾ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഫ്ലൂട്ട് ഇത്രയും പഠിച്ചിട്ടുണ്ട്. ആദ്യം ഫ്ലൂട്ട് പഠിക്കാൻ പോയത് ഞാനാണ്. അത് ഏതാണ്ടൊരു ക്രിസ്ത്യൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. എൻ്റെ പങ്കാളി എന്നോട് പറയും, ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ ഫ്ലൂട്ട് പഠിപ്പിക്കാൻ വിട്ടു. അന്നേരം തന്നെ ഓർഗൻ പഠിക്കാൻ പോകുമായിരുന്നു. മോളന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓർഗൻ. ഞാൻ ഫ്ലൂട്ട് തുടങ്ങി, ഞാൻ 2 വർഷം പഠിച്ചത് നിർത്തി. അതിനുശേഷം ആ ആഗ്രഹം മോൾക്ക് കൈമാറി. മോള് 12 വർഷത്തോളമായി ഫ്ലൂട്ട് പഠിക്കുന്നു. മോള് നന്നായിട്ട് ഫ്ലൂട്ട് വായിക്കും, നന്നായിട്ട് ക്ലാസിക്കൽ ഡാൻസ്, കുച്ചിപ്പുടി തട്ടത്തിൽ കയറി നിന്ന് ചെയ്യുന്നതടക്കം കുച്ചിപ്പുടി ചെയ്യും. അപ്പം എനിക്ക് സാധിക്കാത്ത പല ആഗ്രഹങ്ങളും ഞങ്ങളുടെ മകളിലൂടെ അത് സാധിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഒന്ന് ഈ ഹാർമോണിയം. എല്ലാ ദിവസവും ചെന്നിട്ട് ഹാർമോണിയം പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ ആ ഹാർമോണിയം വാങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ 1, 2, 3 പ്രാവശ്യം വായിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫ്ലൂട്ട് 2-3 ഫ്ലൂട്ടുണ്ട്. ആ ഫ്ലൂട്ട് ഇനിയും പഠിക്കണം. 2-3 പുസ്തകങ്ങൾ എഴുതണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതൊന്ന് NCCയെക്കുറിച്ചാണ്. NCC എന്താണ്, NCC തന്ന അനുഭവങ്ങൾ, NCCയിലൂടെ എനിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ, കോളേജിന് കൊടുക്കാൻ പറ്റിയ വലിയ കാര്യങ്ങൾ, അത് വലിയൊരു പുസ്തകത്തിനുള്ളതുണ്ട്. വലിയൊരാഗ്രഹമാണത്. അങ്ങനെ 2-3 പുസ്തകങ്ങൾ എഴുതണമെന്നുള്ള ആഗ്രഹമുണ്ട്. നൃത്തം ഇനി തുടരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യുന്നില്ല. പക്ഷേ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഹാർമോണിയം, ഫ്ലൂട്ടും ഒക്കെ വായിക്കണം, നന്നായിട്ട് വായിക്കണം. യാത്രകൾ വലിയ ഇഷ്ടമാണ്. ഒരുപാട് യാത്രകൾ ഞങ്ങൾ ഫാമിലി ചെയ്യുമായിരുന്നു. 3 പേർക്കും യാത്ര ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി യാത്രകൾ ചെയ്യണം, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം. വായന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ വായിച്ചു തീർക്കണം എന്ന് വലിയൊരാഗ്രഹമുണ്ട്. അപ്പോൾ മാം ഈ ഇത്ര നേരം സംസാരിച്ചപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുകയായിരുന്നു. സാധാരണ കോളേജിൽ മാമിനെ കാണുമ്പോൾ ഒന്നാമതേ മാമിൻ്റെ ഇപ്പം മാം സിവിൽ ഡ്രസ്സിലാണെങ്കിൽ കൂടെ ഭയങ്കര സ്പെഷ്യലായിട്ട് നല്ല ഒരു ആരും ശ്രദ്ധിക്കും. മറ്റ് അധ്യാപകർ നിൽക്കുന്ന എൻ്റെ ഇടയിലും മാമിനെ ശ്രദ്ധിക്കും. കാരണം മാമിൻ്റെ സാരി ധരിക്കുന്ന രീതി കുറച്ച് സ്പെഷ്യലാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ മാം യൂണിഫോമിലാണെങ്കിൽ അതിൻ്റെ അഡീഷണൽ ആയിട്ട് അതിൻ്റേതായ ഒരു ലുക്സ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളാണ് മാം. പക്ഷേ ഇന്ന് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ പൊട്ടില്ല, കമ്മലില്ല, അല്ലെങ്കിൽ മൂക്കുത്തിയില്ല. ഇന്ന് വളരെ അതിലും വ്യത്യസ്തമായിട്ട്
എന്നാൽ ആ യൂണിഫോമിന് ചേരുന്ന ഏറ്റവും ഭംഗിയായിട്ടാണ് മാം എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് മാം ആ ഒരു ചേഞ്ച് എന്താണ്? യൂണിഫോം ഇടുന്ന സമയത്ത് നമ്മൾ ഗ്വാളിയോറിൽ NCC ട്രെയിനിങ്ങിന് ചെല്ലുന്ന സമയത്തും കേഡറ്റായിട്ട് വരുന്ന സമയത്തും സ്ട്രിക്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കമ്മലിടാൻ പാടില്ല, മൂക്കുത്തി ഇടാൻ പാടില്ല, ആഭരണങ്ങളൊന്നും പാടില്ല. നമ്മളുടെ അലങ്കാരം എന്ന് പറയുന്നത് ഒരു NCC കേഡറ്റിനെ സംബന്ധിച്ച്, ഒരു ANOയെ സംബന്ധിച്ച് അവരുടെ അലങ്കാരം എന്ന് പറയുന്നത് അവരുടെ യൂണിഫോമാണ്, അവരുടെ ഡ്രസ്സ് ആണ്. ഡ്രസ് ഡിസിപ്ലിൻ NCCയിലുണ്ട്. ഞാൻ ഇന്നലത്തെ ഒരു സംഭവം പറയാം, അത് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ ദിവസവും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇന്നലെ ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് 2 ലേഡീസ് അവിടെ ഫുഡ് കൗണ്ടർ വെച്ചുകൊണ്ടിരിക്കുന്ന 2 ലേഡീസ് എന്നോട് വേഗം ചോദിച്ചു, എക്സ്ക്യൂസ് മീ മാം എന്താ ചെയ്യുന്നത്? ഞാൻ സെൻറ്റ് തെരേസാസ് കോളേജിലെ ടീച്ചറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് മാം ഇങ്ങനെ ഡ്രസ്സ് ധരിച്ചിട്ട്. ഞാൻ കോളർ ബ്ലൗസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് മാമിനിങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ്. റിയലി ഇന്നലെ സംഭവിച്ച കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്, ഇതൊരു അഹങ്കാരമായി പറയുകയല്ല. ബട്ട് മാമിനെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാനൊരു NCC ഓഫീസറും കൂടി, ഞാൻ ഇനി ഒരിക്കലും യൂണിഫോമിൽ വരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പോസിറ്റീവ് എനർജി കിട്ടും എന്ന് ഇന്നലെ വൈകിട്ട് സംഭവിച്ച കാര്യം. അപ്പോൾ ഈ യൂണിഫോമിലാകുന്ന സമയത്ത് നമ്മളുടെ അലങ്കാരം എന്ന് പറയുന്നത് യൂണിഫോമാണ്. എൻ്റെ കുട്ടികളെ ഞാൻ 105 കുട്ടികളോടും പറയും, ഡ്രസ് ഡിസിപ്ലിനുണ്ട്, നിർബന്ധമാണ്. അല്ലാത്തവർ നിങ്ങൾ NCCയിൽ നിൽക്കണ്ട എന്ന് തന്നെ ഞാൻ പറയാറുണ്ട്. അവരത് അനുസരിക്കലുമുണ്ട്. കാരണം കമ്മലിട്ട് മാലയിട്ട് അണിഞ്ഞൊരുങ്ങിയാൽ മാത്രമല്ല ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ സൗന്ദര്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെയും നമ്മൾ ആരാണോ അത് അങ്ങനെ ആവുക എന്നതും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ, നമ്മുടെ ഭംഗിയുടെ ഒക്കെ അല്ലെങ്കിൽ അലങ്കാരത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ യൂണിഫോമിലാകുമ്പോൾ ഞാനിപ്പോൾ വാച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അത് ഏറ്റവും അത്യാവശ്യമാണ്. അതല്ലാത്ത സിവിൽ ഡ്രസ്സിലാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കമ്മലിടും, മൂക്കുത്തിയിടും, ചിലപ്പോൾ മാലയിടും. പക്ഷേ യൂണിഫോമിലാകുമ്പോൾ ഇതൊന്നും വേണ്ട. ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്. ഇങ്ങനെയാണ് ഒരു ANO അതല്ലെങ്കിൽ ഒരു NCC കേഡറ്റ്. ഈ യാതൊരു അലങ്കാരവും ഇല്ലാതെ തന്നെ അവരുടെ ആ ഒരു യൂണിഫോമാണ് അവരുടെ അലങ്കാരം, അതാണ് അവരുടെ ഭംഗി എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഇതാണ് എൻ്റെ ഏറ്റവും സന്തോഷവും ഏറ്റവും ഭംഗിയും. ഇതും ഡിസിപ്ലിനാണ്, ഡ്രസ് ഡിസിപ്ലിൻ. ഓക്കെ, തീർച്ചയായിട്ടും അതിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് ഉള്ളത്. ആൻഡ് മാം, ഇപ്പോൾ ഇത് മാമിൻ്റെ ഒരു ANO ആയിട്ട്, അധ്യാപികയ്ക്കുപരി ഒരു ANO ആയിട്ടുള്ള അവസാന വർഷമാണ്. ഇപ്പം ഇത്രയും വർഷത്തിൽ ഇത്രയേറെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ ഈ പടിയിറങ്ങുന്ന ഈ ഒരു വർഷത്തിലും ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരിക്കുമല്ലോ കേഡറ്റ്സിനെ കുറിച്ച്, ഇന്ന ക്യാമ്പിലൊക്കെ എൻ്റെ കുട്ടികളെ എത്തിക്കണമെന്ന്. എന്താണ് ഈ വർഷത്തേക്കൊരു പ്ലാൻ? ഉറപ്പായിട്ട് മാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ വർഷത്തെ പ്ലാൻസ് എന്തൊക്കെയാണ് മാം? തീർച്ചയായിട്ടും ഉണ്ട്. സത്യത്തിൽ എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടുപോകുന്നതിനേക്കാൾ സങ്കടം എനിക്ക് NCC വിട്ടുപോകുന്നില്ല. എൻ്റെ NCC കേഡറ്റ്സിനെ 105 പെൺകുട്ടികളെയാണ്, 105 പെൺകുട്ടികളെ നല്ല വ്യക്തിത്വമുള്ളവരായിട്ട്, എന്തിനേയും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരായി, ജീവിതത്തിൽ എന്ത് ക്രൈസിസ് വന്നാലും തളരാത്തവരായിട്ട് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. ഈ വർഷങ്ങളിങ്ങനെ എടുത്തു നോക്കിയാൽ എത്രയോ കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ് പിന്നീട് ഷെയർ ചെയ്യുമ്പോൾ അവർ പറയും, മാം NCC ഇപ്പോഴും അത് ഓർക്കുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയാന്ന്. ഒരുപക്ഷെ എനിക്ക് പറയാം, ഞാൻ NCC എൻ്റെ കേഡറ്റാണ്, അന്നയുടെ കണ്ണുപോലും ഇപ്പം നിറയുന്നുണ്ടോ? അന്നയുടെ മുഖത്ത് ആ ഒരു ഗ്രേസ് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കേഡറ്റ് കൂടിയാണ് അന്നയുടെ ആ ഒരു സന്തോഷം, ആ ഒരു ഉത്സാഹം ഓരോ പരേഡിലും ഓരോ ദിവസവും ഞാൻ കാണുന്നതാണ്. അന്നയും അത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കേഡറ്റ്സിനെ കുറിച്ച് എനിക്ക് ഈ വർഷം വലിയ ലക്ഷ്യങ്ങളുണ്ട്. മിനിമം ഒരു 6 കുട്ടികളെങ്കിലും ഡൽഹി റിപ്പബ്ലിക് ഡേ പരേഡ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളായിട്ട്, കേഡറ്റ്സായിട്ട് മാറണം എന്നത് എൻ്റെ ഈ വർഷത്തെ വലിയൊരു ആഗ്രഹമാണ്. എല്ലാം ഭംഗിയാവും,
എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ സത്യത്തിൽ ഒരു കേഡറ്റാണ് എന്ന കാര്യം ലാസ്റ്റ് പറയാമെന്ന് ഓർത്ത് വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ സത്യമായിട്ട് പറയാമല്ലോ മാം, മാമിൻ്റെ കീഴിൽ ഇന്നിപ്പോൾ ഞാനും 3rd ഇയർ ആണ്, ഈ വർഷം പാസ് ഔട്ട് ആവുകയാണ്. മാമിൻ്റെ ഒപ്പം തന്നെയാണ് ഇവിടുന്ന് NCC വിട്ട് പോകുന്നത്. മാമിൻ്റെ കീഴിൽ തന്നെ ഈ ഒരു 3 വർഷവും നിൽക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം ഒട്ടനവധി അവസരങ്ങളിലേക്ക് എത്തിക്കാൻ മാമിൻ്റേതായ ഒരു പുഷ് അല്ലെങ്കിൽ മാം തരുന്നൊരു സപ്പോർട്ട് എനിക്കറിയില്ല ഇനി വരുന്നൊരു എന്നോ എത്രമാത്രമായിരിക്കും എന്നൊക്കെ. ബട്ട് സ്റ്റിൽ മാമിൻ്റെ കീഴിലിരുന്നതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ ഒരു അച്ചീവ്മെൻറ്റ്സിലേക്കുള്ള ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും നേരം മാമിന് എനിക്കറിയാം ഒരു അധ്യാപികയാണ്, അപ്പം ഈ NCCയുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. വളരെ തിരക്കിട്ട ഈ സമയത്ത് പോലും നമുക്ക് വേണ്ടി മാം സമയം ചിലവഴിക്കുക. മാമിൻ്റെ സ്റ്റോറി ട്രൂലി ഇൻസ്പയറിംഗ് എന്നേ പറയാനുള്ളൂ. കാരണം ഇത് കേൾക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരു കുട്ടിയെങ്കിലും ഈ ഒരു കൊതിയെങ്കിലും നമുക്കുള്ളിൽ തോന്നും തീർച്ചയായിട്ടും. ഇപ്പം RD പോകുന്ന കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ക്യാമ്പുകൾക്കൊക്കെ ഉപരി ആ ഒരു മാം ആ എല്ലാ ലൈഫിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നത് ആർക്കും അതുപോലെ ഒന്ന് ജീവിക്കാൻ ഒരു കൊതി തോന്നും. തീർച്ചയായിട്ടും മാമിൻ്റെ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിക്ക് അല്ലെങ്കിൽ ഇൻസ്പയറിംഗ് മൊമെൻറ്റ്സിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് മാം ഇന്നത്തെ തെരേസിൻ ഡയറീസിൻ്റെ 2nd എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയായി. നന്ദി, നമസ്കാരം. താങ്ക് യു അന്ന, താങ്ക് യു സോ മച്ച്. ഐ ക്യാൻ സീ യുവർ ഫേസ് ആ ഒരു ത്രിൽ. എൻ്റെ NCC കേഡറ്റായി ഇത്രയും കാര്യങ്ങൾ ചോദിക്കുകയും ആ ചോദിക്കാനുള്ള ഒരു താല്പര്യം, ഞാൻ പറയാവുന്നതിനപ്പുറം കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു ആഗ്രഹം, ആകാംക്ഷ അന്നയുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. അത് ആസ് എ കേഡറ്റ്, എൻ്റെ കേഡറ്റായത് അതെനിക്കൊരു അഭിമാനമാണ്. എല്ലാ ആശംസകളും അന്നയ്ക്കും. ഭാവിയിൽ നല്ല ഈ ഒരു കേഡറ്റായി പോയി നല്ലൊരു നിലയിൽ നല്ലൊരു ദേശത്തിന് സേവനം ചെയ്യുന്ന, രാജ്യത്തിന് സേവനം ചെയ്യുന്ന, കുടുംബത്തിന് സേവനം ചെയ്യുന്ന നല്ല ഒരു ലേഡിയായിട്ട് മാറട്ടെ എന്നുള്ള എല്ലാ ആശംസകളും ഞാൻ അന്നയ്ക്ക് നേരുന്നു. താങ്ക് യു സോ മച്ച്.